മീനാക്ഷി ഇത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കൂ? ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ല. ബെറ്റ് ബെറ്റ് ഇത് ഹോട്ടലിൽ നിന്നാന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ടേസ്റ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇത് വീട്ടിലുണ്ടാക്കിയാവുന്നുള്ളു. അല്ല, ഇത് ഇഫ്താറിന്ന് ഓർഡർ ചെയ്താ. 500 രൂപ. ഓക്കെ, നോക്കാം എങ്ങനെയുണ്ട് ഫുഡ്? ഓ മീനാക്ഷി ഫുഡ് അടിപൊളിയായിട്ടുണ്ടോ? ഒരു രക്ഷ. ഞങ്ങള് ആദ്യമായിട്ടാണ് ഇഫ്താറിന്ന് ഓർഡർ ചെയ്യണേ. നോക്കട്ടെ. സുഹാനയുടെ സെലക്ഷൻ അടിപൊളി. താങ്ക് യു. എടി എനിക്കൊരു ഹെൽപ്പ് വേണം, ഒന്ന് വരുമോ നീ? എന്താ? പിന്നെ 500 എടുത്ത് വെച്ചേക്കണേ. ഇങ്ങനെയാണോടെ നീ എല്ലാ തവണ എന്നെ പറ്റിക്കണേ? എന്തുവാടോ കുറെ നേരമായല്ലോ. ഒരു കമ്പനി വരൂ. എന്തു പറ്റി? ഒന്നുമില്ല, പറ. ഈ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ മെസ്സേജസ് ചിലമാരുടെ കൗണ്ടറൊന്നും ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചാലാട്ടാ. ഇതേവനില്ലേ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ മറ്റേ സ്റ്റിക്കർ ഇടും ഗ്രൂപ്പിൽ. സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഫോട്ടോ പോലെ. ഫോട്ടോയുടെ ആ ഫോട്ടോയിലുണ്ടാവും ഉദ്ദേശിച്ച മറുപടി. അറിയാലോ, ഓക്കെ. അപ്പോൾ ഇവന് ഇന്നൊരുത്തം വന്നിട്ട് ഇതേ മറുപടി കൊടുത്താണ്, നിനക്ക് സ്ഥിരം പോസ്റ്റർ അടിയാണോ പരിപാടി എന്ന്. കൗണ്ടർ എന്നൊക്കെ പറഞ്ഞല്ലേ പെട്ടെന്നാണ് വരുന്നത്. സോഷ്യലിങ്ങനെ നീ ഇതുപോലെ പോസ്റ്ററാവും. അതെന്താ? എടാ ഈ വാട്സപ്പിന് നമ്മൾ കാണാത്തൊരു മുഖം കൂടി ഉണ്ട്. അതേത് മുഖം? എടാ അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഈ വാട്സപ്പിൽ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. എന്നിട്ട് രാത്രിയും പകലും എല്ലാ സമയവും മെസ്സേജോട് മെസ്സേജ്. അവസാനം ഇതും പറഞ്ഞ് അവൻ്റെ ഭാര്യയായിട്ട് ഭയങ്കര അടിയായിരുന്നു. അടിപൊളി. എന്നിട്ടെന്താ മൂപ്പരും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കിടന്നിട്ടൊക്കെ ആയിരുന്നു മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പക്ഷേ ഭാര്യ ഭർത്താവിനെ കാണാണ്ട് ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പം മൂപ്പര് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഈ ഫോണുമായിട്ട് ഇറങ്ങി. അടിപൊളി. എന്നിട്ട് അവസാനം പുള്ളി മറ്റേ ഭാര്യ വിചാരിച്ചു പുള്ളിക്കാരന് വേറെ ഏതോ പെണ്ണുമായിട്ട് മൗണ്ടിങ് ഗോൾഫി ഉണ്ട്, സുഡോൾഫി ഉണ്ട്, അത് കാരണം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടെന്താ അവസാനം 1 മാസം എടുത്തു സുഹാന എൻ്റെ അടുത്ത് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാം. സുഹാനെ? അത് ഞാൻ ഈ കഥ പറഞ്ഞില്ലേ. അപ്പോൾ സുഹാന പറയണേ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ വേണം കൂട്ടെന്ന് പറഞ്ഞുണ്ടായിരുന്നു. അല്ലാതെ മറ്റേ അല്ല, അപ്പോൾ ആക്ച്വലി കൂട്ടുകാരൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, പിന്നെ എന്തിനാ സുഹാന? നമ്മളെന്ത് ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ അന്വേഷിക്കാൻ പോണത്. അല്ല നിങ്ങൾ ഒന്നിച്ചാണോ? എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല, നീ ഇഷ്ടമുള്ള കാര്യം പിന്നെ ചെയ്യാം. അറിഞ്ഞോണ്ടല്ലേ? ഞാൻ കവി, ഇത് ഫിറോസിന്റെ ഫ്രണ്ടാണ്. ഹായ്. ഇതേ വന്നിട്ടുണ്ടല്ലോ അതിന്റെ ആള്. അല്ല സാറ്. ഇവനാരാ വിളിച്ചേ? ആരായിരിക്കും? അങ്ങനെ ഫിറോസിനെ പറ്റിച്ചു. അതിപ്പോ എന്തെങ്കിലും ചെയ്യാം, ഫ്രണ്ട്സിനോട് പോവാൻ പറ. എന്താടി? അർണോൾഡ് നീ ഇവിടെ നിൽക്കണ, പോയി അവിടെ പോയി സംസാരിക്കുക. അവിടെ ഒരു നാണം. ആര് അർണോൾഡ്? അത് പണ്ട് അവളെ കോളേജിൽ പഠിപ്പിച്ച സാറ്. ഓ, മഴയത്ത് മുൻപേ ആണോ? അവളുടെ മുഖം കണ്ടിട്ട് നിനക്കൊന്നും തോന്നണില്ല? ഞാൻ എന്താ സംസാരിക്കാന്ന് പറയും. പണിയാ. അയ്യോ DIG, ഞാൻ ഈ കേക്കിന്റെ കാര്യം ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടൻ എങ്ങോട്ടാണ്? ഞാൻ നെട്ടൂര് വരുള്ളൂ. നിങ്ങളെങ്ങോട്ടാ? എനിക്ക് പോകേണ്ടത് അരൂരാണ്. ചേട്ടൻ അരൂര് വഴിയല്ലേ നെട്ടൂര് പോകുന്നത്? ഇത് എന്താ ഓനെ അരൂര് നെട്ടൂരിന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഓൻ ഞാൻ ഇവിടെ ഉള്ള ആളാണെന്ന് വിചാരിച്ചില്ല അല്ലേ? അവിടെ ഇറങ്ങി. ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചാണ്. ഞാനിവിടെയുള്ള ആളല്ല. ചേട്ടൻ എന്നെ അരൂര് വിട്ടാ, അല്ല നെട്ടൂര് വിട്ടാൽ മതി. ഞാൻ അവിടെ എന്തെങ്കിലും പിടിച്ചു നോക്കാം. എൻ്റെ $1 മില്യൺ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോൾ ലക്കി. ഇത് ലക്കി. പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. താങ്ക്സ് പറ. താങ്ക്സ്. ഓ എന്താണെന്നറിയോ, ഭയങ്കര സാലഡ് ക്യാരക്ടറാ. അറിയാം. കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നോ? മീന് വിളിക്കണ്ടല്ലോ. DIGയുടെ ഫ്രണ്ടാ അല്ലേ? അതെ. ഇപ്പൊ എന്താ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്
പാർട്ടിയാ. ആ ബർത്ത്ഡേ ആണല്ലേ? ഓ എന്താ പറ്റിയ? ചിൽ, ഓക്കെ ചിൽ. സോറി ഗൈസ്, ഞാൻ അറ്റൻഷൻ കിട്ടാൻ ലേറ്റ് ആക്കിയാണെന്ന് വിചാരിക്കരുത്. ഭയങ്കര പോസ്റ്റായി പോയി. പിന്നെ ഇവിടെ ഞാൻ ഒരാളേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവി ഇപ്പൊ ഒന്നും പറയണ്ട, കറക്റ്റ് സമയത്തല്ലേ ഞാൻ വന്നത്. ഒട്ടും വൈകില്ലടാ കൂട്ടുകാരൻ. നീ ഇത്രയ്ക്ക് ഇമോഷണലാണോ? ഇമോഷണൽ ആയതുള്ള ഞാൻ വിചാരിച്ചു ആദ്യം കേക്ക് എനിക്ക് തരുന്നു. നല്ല വിശപ്പുണ്ട്. അതാണോ? നീ വിഷമിക്കണ കേട്ടാ. എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യത്തെ കേക്ക് നിനക്ക് തന്നെ വരും. അതിന് നിന്റെ ബർത്ത്ഡേ ആരാ ആഘോഷിക്കാൻ പോകുന്നത്? നമുക്ക് പൊളിക്കണം അർത്ഥം. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. എങ്ങോട്ട്? ഇതെന്ത് പോക്കാണ്? അയ്യോ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ സുഹാനയ്ക്ക് എന്തോ ചെറിയൊരു പരിപാടി. നാളെ മീറ്റിംഗ്. നിങ്ങൾ നാളെ രാവിലെ എനിക്ക് പോയിക്കോ. സുഹാനയ്ക്ക് പോണോ? കണ്ട സുഹാനയ്ക്കൊന്നും പോകണ്ട. നിങ്ങൾ വന്നേ, നാളെ പോവാ. ഇത് കണ്ട ഇവരാരും പോകുന്നില്ലെന്ന്. ഒരു രക്ഷയില്ല. വരട്ടെ.